ശ്രീ പി രംഗനാഥൻ, എവിടെ തുടങ്ങണം? ശ്രേയസിൽ നിന്നോ കോഹ്ലിയിൽ നിന്നോ? അത് കൃഷ്ണരാജ് ഇന്നത്തെ ആ ക്യാപ്ഷൻ തന്നെയാണ് അത് സൂചിപ്പിച്ചിരിക്കുന്നത്. രാജാവാണോ രാജകുമാരനാണോ എന്നുള്ളത്. T20 ക്രിക്കറ്റാണ്, പ്രത്യേകിച്ച് ഫൈനൽ. അപ്പം അതുകൊണ്ട് അത്യന്തം ആവേശം നിറഞ്ഞ ഒരു മത്സരം തന്നെയായിരിക്കും, പ്രത്യേകിച്ച് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ. അതൊരു ന്യൂട്രൽ വെന്യൂവും കൂടെയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ടോസ് വളരെ നിർണായകമാണ്. അപ്പോൾ ഏത് ടീമാണോ നല്ലൊരു സ്കോർ പടുത്തുയർത്തുന്നത് ആ ടീമിന് നമുക്ക് സാധ്യത കൽപ്പിക്കാം. എങ്കിൽ തന്നെയും T20 ആയതുകൊണ്ട് ഒരിക്കലും ഒരു പ്രവചനം നമുക്ക് സാധ്യമല്ല. പക്ഷേ ടീമുകളുടെ ഒരു സാധ്യത അല്ലെങ്കിൽ അവരുടെ ഇതുവരെയുള്ള പെർഫോമൻസ് നോക്കുകയാണെങ്കിലും ഒരു തുല്യ ശക്തികൾ തന്നെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഒരു വശത്ത് രാജാവാണെങ്കിൽ മറുവശത്ത് രാജകുമാരൻ്റെ ആ ബാറ്റിംഗ് മികവ്, അവരുടെ ഉജ്ജ്വലമായിട്ടുള്ള പ്രകടനങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ തുടർച്ചയായിട്ട് IPL മത്സരങ്ങളിൽ കാണാൻ സാധിച്ചു. അതുകൊണ്ട് നല്ലൊരു ത്രില്ലർ ഫൈനൽ അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശ്രീ പി ബാലേന്ദ്രൻ, മത്സരം ആവേശകരമാകും എന്നുറപ്പാണ്. എങ്കിലും ആദ്യ ക്വാളിഫയറിലെ അനായാസ വിജയം ബാംഗ്ലൂരിന് ഒരല്പം മേൽക്കൈ നൽകുന്നുണ്ടോ? ഇല്ല, ഇത് അതിൻ്റെ സാഹചര്യം ആകെ വ്യത്യസ്തമാണ്. തീർച്ചയായിട്ടും ഈ മാച്ച് പഞ്ചാബ് വളരെയധികം പംപ്ഡപ്പ് ആയിട്ടുള്ളൊരു ടീമാണ്. കഴിഞ്ഞ മുംബൈ ആയിട്ടുള്ള വിജയം കൂടെ കഴിഞ്ഞതോടെ അത് അത്ര കൺവിൻസിങ് ആയിട്ടുള്ളൊരു വിജയത്തോടു കൂടിയാണ് പഞ്ചാബ് ഇവിടെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് മുൻ മത്സരങ്ങളുടെ ചരിത്രമൊന്നും നമ്മളിവിടെ പരിശോധിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഒന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല നരേന്ദ്രമോദി സ്റ്റേഡിയം ഈ വർഷത്തെ മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നല്ലപോലെ റൺസ് വന്നിട്ടുള്ളൊരു ഗ്രൗണ്ടാണ്. അപ്പോൾ ആ രീതിക്ക് ഹൈ സ്കോറിംഗ് ആയിട്ടുള്ളൊരു ഫൈനൽ നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ ഈ വർഷത്തെ IPL എന്തെങ്കിലും ഒരു പോരായ്മ അല്ലെങ്കിൽ ഒരു നിലവാരം നമ്മൾ ഉദ്ദേശിച്ച നിലയിൽ കാണുന്നില്ല എന്നുള്ളത് നമ്മുടെ ക്യാച്ചിങ്ങിൻ്റെ നിലവാരമാണ്. കുറച്ചധികം ക്യാച്ചുകൾ പലതവണയായിട്ടും ഈ പല ടീമുകളും കളിച്ച ടീമുകളടക്കം വിടുന്നത് നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ഈ പെർട്ടിക്കുലർ മാച്ചിൽ ഒരു ലാപ്സും ഇല്ലാതെ ഫീൽഡ് ചെയ്യുന്ന ടീം ആയിരിക്കും കൂടുതൽ വിജയസാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. കാരണം മറ്റെല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ശ്രീ രംഗനാഥൻ പറഞ്ഞ പോലെ നമുക്ക് തുല്യ ശക്തികൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്നതാണ്. ഈ ബാംഗ്ലൂരിൻ്റെ ഭാഗത്ത് പക്വത കൂടുതലുള്ള കളിക്കാർ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താ വെച്ചാൽ വിരാട് കോഹ്ലി ആണെങ്കിലും മയങ്ക് അഗർവാൾ ആണെങ്കിലും അവരൊക്കെ ഒരു വളരെ പയറ്റി തെളിഞ്ഞ ആളുകളാണ്. അതേസമയം പഞ്ചാബിൻ്റെ ശ്രേയസ് അയ്യർ ഓഫ്കോഴ്സ് സീസൺ ക്രിക്കറ്ററാണെങ്കിൽ പോലും അവരുടെ ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പൊക്കെ നോക്കിയാൽ അവരുടെ ഒരു യൗവനത്തിൻ്റെ സാഹസികത നമ്മൾ അതിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ട് നല്ലൊരു മത്സരം നമുക്കിന്ന് പ്രതീക്ഷിക്കാം. ആശ ഏത് പക്ഷത്താണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഏത് കുപ്പായമാണ് വിമൻസ് പ്രീമിയർ ലീഗിൽ ധരിച്ചതെന്ന് നമുക്കറിയാം. എങ്കിലും എന്തുകൊണ്ട് RCB കപ്പ് ഉയർത്തുമെന്ന് ആശ വിശ്വസിക്കുന്നു? ഞാൻ വിശ്വസിക്കാൻ മെയിൻ കാരണം എന്ന് വെച്ചാൽ വെൻ ഇറ്റ് കംസ് ടു സെമി ഫൈനൽ, ക്വാളിഫയേഴ്സ്, എലിമിനേറ്റേഴ്സ്, ഫൈനൽസ്, അവിടെ എക്സ്പീരിയൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് എക്സ്പീരിയൻസ്. അപ്പോൾ RCB വെച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് തന്നെയാണ് അവരെ ഈ ഫൈനലിൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. അവരുടെ സീനിയർ പ്ലേയേഴ്സ് വിരാട് കോഹ്ലി, സ്പെഷ്യലി ഐ ഹാവ് ടു മെൻഷൻ ജോഷ് ഹാസൽവുഡ്. അദ്ദേഹം ഇന്നത്തെ മാച്ചിന് വളരെ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുമെന്ന് ഞാൻ വളരെയധികം വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു എക്സ്പീരിയൻസ്, അറ്റ് ദ സെയിം ടൈം പഞ്ചാബ് നോക്കുമ്പോൾ വളരെ എക്സ്പീരിയൻസ് ഉണ്ട്, അറ്റ് ദ സെയിം ടൈം വെരി യങ് സൈഡാണ്. അവര് ഇപ്പൊ കഴിഞ്ഞ എല്ലാ മാച്ചും വളരെ രീതിയിൽ വിൻ ചെയ്ത് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഈക്വൽ ഫൈറ്റ് തന്നെ ഉണ്ടാവും. പക്ഷെ അവസാനം RCB തന്നെ ജയിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ വരാം. ശ്രീ പി രംഗനാഥൻ, ഈ പറഞ്ഞ പോയിന്റിലേക്ക് നമുക്ക് വരാമെന്ന് തോന്നുന്നു. അതായത് യുവത്വവും പരിചയസമ്പത്തും തമ്മിലുള്ള പോരാട്ടം. നോക്കൂ, ഈ പഞ്ചാബ് ബാറ്റിംഗ് സൈഡിലേക്ക് വന്നാൽ സിമ്രാൻ സിംഗ് ആകട്ടെ, പ്രിയാം ഷാരി ആകട്ടെ, ശ്രേയസ് അയ്യർ ആകട്ടെ, നേഹൽ വധേര, ശശാങ്ക് സിംഗ്, അങ്ങനെ ഇന്ത്യൻ യുവനിരയാണ് അവിടെ അണിനിരക്കുന്നത്. അവർക്ക് ഒരുപക്ഷെ ഇംഗ്ലീഷ് എന്ന താരത്തിൻ്റെ വരവ് അല്ലെങ്കിൽ സ്റ്റോയിനിസ് ഇവരെയൊക്കെ നമുക്ക് പരിഗണിക്കാം. എങ്കിൽ പോലും തിളങ്ങുന്ന താരങ്ങൾ, ഈ പ്രിയാം ഷാരിയുടെയും ഈ നേഹൽ വധേരയുടെയും ഒക്കെ ഷോട്ട് സെലക്ഷൻ അത് നമ്മൾ കഴിഞ്ഞ മത്സരങ്ങളിൽ കണ്ടാണ്. എന്തൊരു ഭംഗിയാണ് അവർ കളിക്കുന്നത് കാണാൻ. അപ്പോൾ സ്വാഭാവികമായി ഈ ആദ്യ പ്ലേ ഓഫിൽ പഞ്ചാബിന് വിനയായത് ഈ യുവത്വത്തിൻ്റെ സാഹസികതയാണോ എന്നൊരു ചോദ്യം വരുന്നില്ലേ? അല്ല, അത് വളരെ വ്യക്തമാണ്. കാരണം ഇന്ന് ഒരു ഫൈനലിൻ്റെ ഒരു സമ്മർദ്ദവും ഇരു ടീമുകൾക്കും ഉണ്ട്. അപ്പോൾ ഇവിടെ യുവതാരങ്ങൾക്ക് കൂടുതൽ സമ്മർദ്ദം. അവർ പെർഫോം ചെയ്യുകയാണെങ്കിൽ അവർക്ക് അവരുടെ ആ കോൺഫിഡൻസ് ലെവൽ കൂടുതലായിട്ട് മികച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. പ്രത്യേകിച്ച് ആര്യയെപ്പോലുള്ളൊരു ബാറ്റർ, അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ശൈലി ഇന്നിപ്പോൾ പറഞ്ഞതുപോലെ ബോളിംഗ്
RCBയുടെ വളരെ മികച്ചതാണ്. പ്രത്യേകിച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഭുവനേശ്വർ കുമാറും ഹേസൽവുഡും അടങ്ങുന്ന ആ പേസ് നിര. അപ്പോൾ ആ പവർ പ്ലേ എങ്ങനെയാണ് ഈ യുവതാരങ്ങൾ ഇപ്പോൾ ആദ്യമായിട്ട് പഞ്ചാബ് ബാറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ നേരിടുക? ആ പവർ പ്ലേ വളരെ നിർണായകമാണ്. ആദ്യത്തെ 6 ഓവറിൽ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ നല്ലൊരു തുടക്കം കുറിക്കുകയാണെങ്കിൽ പിന്നീട് പറഞ്ഞ പേരുകളെല്ലാം തന്നെ സ്റ്റോണിസ് ആയാലും ശ്രേയസ് അയ്യർ ആയാലും ഒരു മികച്ച ഒരു ബാറ്റിംഗ് നിര പഞ്ചാബിനുണ്ട്. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് ബോളിംഗ് മികച്ചതാണ് RCBയുടേത്, പ്രത്യേകിച്ച് ഫാസ്റ്റ് ബോളേഴ്സ്. മറുവശം ഒരിക്കലും ഒരു കുറവല്ല, 3 ലെഫ്റ്റ് ആം ഫാസ്റ്റ് ബോളേഴ്സാണ്. ജെനിസൺ ആയാലും, കൂടാതെ അക്ഷർദീപ് എന്നുള്ള അതേ യുവ ഫാസ്റ്റ് ബോളർ, കൂടാതെ ബ്രാർ എന്നുള്ള ലെഫ്റ്റ് ആം ഫാസ്റ്റ് ബോളർ. അപ്പോൾ ഇങ്ങനെ അടങ്ങുന്ന ഒരു തുല്യ ശക്തികൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എങ്കിൽ തന്നെയും യുവതാരങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ, പ്രത്യേകിച്ച് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ 1,00,000-ലധികം കാണികളെ നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ഫൈനലിൻ്റെ പ്രതീതി, അതിന് മുന്നിൽ ഒരു പെർഫോം ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം അവരത് മികച്ച രീതിയിൽ വിനിയോഗിക്കുകയാണെങ്കിൽ ഇന്ന് കാണികൾക്കും ഇന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന IPL കിരീടം ആര് നേടും എന്നുള്ള ആ ഒരു ആകാംക്ഷയെ നമുക്ക് മാറ്റാൻ സാധിക്കും. യെസ്, ശ്രീ പി ബാലചന്ദ്രൻ, മുൻനിര ബാറ്റർമാരാണോ പഞ്ചാബിൻ്റെ കരുത്ത്? തീർച്ചയായിട്ടും ഈ റണ്ണ് ആക്സിലറേഷൻ്റെ ഭാഗം മിക്കവാറും ആദ്യ ലീഗ് മത്സരങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഈ ഓപ്പണേഴ്സ് കൊടുത്തിട്ടുള്ള സ്റ്റാർട്ട് വളരെ പ്രധാനമാണ്. അതോടൊപ്പം തന്നെ ഇഗ്നീസിൻ്റെ ഒരു പെർഫോമൻസ്, അദ്ദേഹം ഈ മറ്റേ ടീമിലുള്ള പ്രധാന ബൗളർമാരെ കൈകാര്യം ചെയ്യുന്ന രീതി നമ്മൾ കഴിഞ്ഞ മാച്ചിലൊക്കെ കണ്ടതായിരുന്നു. വാസ്തവം പറഞ്ഞാൽ ബുംറയെ ഇത്ര അനായാസമായിട്ട് കൈകാര്യം ചെയ്ത ഏതെങ്കിലും ബാറ്റർമാരുണ്ടായിരുന്നോ സംശയമാണ്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ പിന്നെ ശ്രേയസ് അയ്യരുടെ ബാറ്റിങ്ങിൽ കാണിക്കുന്ന ഒരു പക്വത, അതോടൊപ്പം പക്വത എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതോടൊപ്പം അദ്ദേഹം അഗ്രഷൻ കോംപ്രമൈസ് ചെയ്യാതെയാണ് കളിക്കുന്നത്. കൃത്യമായിട്ട് ഏത് ഓവറിലാണ് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യേണ്ടത്, അതൊരു ബുദ്ധിയാണ്. വാസ്തവം പറഞ്ഞാൽ T20 ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ഏതേത് ഓവറുകളിലാണ് നമ്മൾ കളിയുടെ അഡ്വാൻറ്റേജ് തിരിച്ചെടുക്കേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ളൊരു മികവ്, അതൊക്കെ ശ്രേയസ് അയ്യരുടെ ബാറ്റിങ്ങിൽ നമ്മൾ വളരെയധികം കണ്ടു. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ആദ്യത്തെ ആ ഒരു 4 ബാറ്റർമാരാണ് അവരുടെ പ്രധാന ശക്തി. പിന്നെ അവർക്കൊരു അഡ്വാൻറ്റേജ് ഉള്ളത് പിറകിലുള്ളവരാണെങ്കിലും ഈ സ്റ്റോയിനിസിനെ പോലെയുള്ള പ്ലെയേഴ്സിനൊക്കെ അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഭംഗിയായിട്ട് നൽകാൻ പറ്റുന്നവരാണ്. അങ്ങനെ എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ പഞ്ചാബിന് വാസ്തവം പറഞ്ഞാൽ ഒരു കൂടുതൽ എനർജി ലെവലുള്ള ബാറ്റിംഗ് ലൈനപ്പാണെന്ന് എനിക്ക് തോന്നുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇവരുടെ ബൗളിംഗ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അല്പം കൂടി പക്വതയും പാകതയുള്ളൊരു ബൗളിംഗ് സൈഡാണ് ഈ RCBയുടേത്. ഇയാളുടെ ഹാസൽവുഡ് തന്നെയാണ് പ്രധാനി. അതുപോലെ ഭുവനേശ്വർ കുമാർ ആണെങ്കിലും, അതേപോലെ ഇപ്പോൾ കൃണാൽ പാണ്ഡ്യ ഒരു പ്രധാനപ്പെട്ട ബൗളർ, നമുക്ക് മുൻനിര ബൗളർ എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും അദ്ദേഹത്തിനെ ഏൽപ്പിക്കുന്ന ദൗത്യം അദ്ദേഹം ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അവരുടെയും ബൗളിംഗ് നിര സംവാട്ട് സേഫാണ്. പക്ഷെ അതോടൊപ്പം നോക്കുമ്പോൾ ഇവരുടെ ഈ ഞാൻ ആദ്യം സൂചിപ്പിച്ച യൂത്ത് എനർജി എന്നുള്ളൊരു ഫാക്ടർ പഞ്ചാബിന് അനുകൂലമായിട്ട് പ്ലേ ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്.